വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയാറില്ലേ? അതാണിപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി. കോൺഗ്രസിന് KPCC പ്രസിഡന്റുണ്ട്. KPCC പ്രസിഡന്റാണ് സംഘടനാ കാര്യങ്ങളിൽ അന്തിമമായി അഭിപ്രായം പറയേണ്ട ആൾ. അതോടൊപ്പം പ്രതിപക്ഷ നേതാവുണ്ട്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ടാകും. അദ്ദേഹമാണ് UDFന്റെ ചെയർമാൻ. കോൺഗ്രസിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ നേതാവായി. മുതിർന്ന നേതാവാണെങ്കിൽ ഒന്നാമത്തെ നേതാവ്, അതല്ലെങ്കിൽ രണ്ടാമത്തെ നേതാവ്. അതാണ് പ്രതിപക്ഷ നേതാവ്, UDFന്റെ ചെയർമാൻ. പക്ഷേ ഇവർ രണ്ടുപേരും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായമാണ്, ആ തീരുമാനമാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്നാൽ അത്തരമൊരു അഭിപ്രായം ഈ രണ്ടുപേരും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി മാറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് K. സുധാകരന്റെ പ്രസ്താവന വന്നത്. അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഞാൻ വേദി പങ്കിടും എന്നാണ്. അതിനെ തള്ളിക്കൊണ്ട് K. മുരളീധരൻ ഇന്ന് രംഗത്ത് വന്നു. പരസ്പരം തള്ളിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ, പരസ്പരം തള്ളിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. ഒരു നേതാവ് ഒരു അഭിപ്രായം പറയും, അത് തള്ളി മറ്റൊരു നേതാവ് രംഗത്ത് വരും. KPCC പ്രസിഡന്റോ അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ഇതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവ് പറയും KPCC പ്രസിഡന്റിനോട് ചോദിക്കണം എന്ന്. KPCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ പറയും നിർജീവമാകാൻ പറഞ്ഞിട്ടില്ല എന്ന്. സജീവമാകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയാണ് നിർജീവമാകാൻ പറഞ്ഞിട്ടില്ല എന്ന്. കൃത്യമായ നിലപാട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നേതാക്കളെ മുഴുവൻ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞ കാര്യമുണ്ട്. KC വേണുഗോപാൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പുറത്താണ്, പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല, പ്രചാരണത്തിന് ഇറങ്ങണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവിടുത്തെ പ്രാദേശിക നേതൃത്വമാണ് എന്ന്. ആരാണ് പ്രാദേശിക നേതൃത്വം? അത് ഷാഫി പറമ്പിലിനെ പിന്തുണക്കുന്നവരുമാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിലെ സ്ഥിതി. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും വിലവെക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, എന്റെ നേതാവ് സണ്ണി ജോസഫാണ്, KC വേണുഗോപാലാണ്, രമേശ് ചെന്നിത്തലയാണ്, K. മുരളീധരനാണ്, VD സതീശനാണ്. ഇവരൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അവര് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ പോകില്ല എന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹം സജീവമായി പ്രാദേശിക തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നു. അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ജനങ്ങൾ പറയട്ടെ, ജനകീയ കോടതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നാണ്. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ, സ്ത്രീകൾ തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് പൊതുസമൂഹം സ്വീകരിക്കുന്നത്. പക്ഷെ കോൺഗ്രസിന് ഇത് സംബന്ധിച്ച് ഒരു നിലപാടുണ്ടാകണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനം KPCC എടുത്ത് പാലക്കാട് ജില്ലാ നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികളെയും അറിയിച്ചാൽ പിന്നെ കോൺഗ്രസിനോടൊപ്പം നടക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിന് ഇറങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുമോ? തയ്യാറാകില്ല. അങ്ങനെ ഒരു തീരുമാനം അപ്പോൾ KPCC എടുത്തിട്ടില്ല എന്നല്ലേ അതിനർത്ഥം? അതിനെ പിന്തുണക്കുന്നവരായിരിക്കണമല്ലോ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പക്ഷേ ഇവിടെ രമേശ് ചെന്നിത്തല ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് പ്രചാരണത്തിന് ഇറങ്ങരുത്, അത് കോൺഗ്രസിന് ദോഷം ചെയ്യും എന്നാണ്. അതാണ് സ്ഥിതി. കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തിരിച്ചറിയുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പ്രചാരണത്തിന് ഇറങ്ങുന്നത് ശരിയല്ല എന്ന്. പക്ഷെ മറ്റു നേതാക്കൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ്? അങ്ങനെ വന്നാൽ, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇവർക്കൊക്കെ എതിരെ എന്തെങ്കിലും വിളിച്ചു പറയുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഭയമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പെടുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാതെ പാലക്കാട് UDFന് ജയിക്കാൻ കഴിയില്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ലേ? ഈ ചോദ്യമൊക്കെ അവിടെ ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിയിട്ട് അത്രയൊന്നും നാളുകളായിട്ടില്ല. അടുത്ത കാലത്താണ് MLA ആയി വന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് MLA സ്ഥാനം രാജിവെച്ച ഷാഫി പറമ്പിൽ ആ ഒഴിവിലാണ് അദ്ദേഹം വരുന്നത്, മത്സരിക്കുന്നത്, ജയിക്കുന്നത്. അത്രമാത്രം ബന്ധമേ ഉള്ളൂ പാലക്കാടുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരുമുണ്ട് കോൺഗ്രസിൽ. പക്ഷേ കോൺഗ്രസിന്റെ പൊതു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണം എന്നതാണ്.
അത് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞ ദിവസം കെ സുധാകരൻ. പക്ഷെ സണ്ണി ജോസഫിന് അങ്ങനെ പറയാൻ കഴിയുന്നില്ല, വി ഡി സതീശന് അങ്ങനെ പറയാൻ കഴിയുന്നില്ല. ഇവരൊക്കെ വളച്ചുകെട്ടി കാര്യം പറയുന്നു. രമേശ് ചെന്നിത്തല കൃത്യം നിലപാടെടുക്കുന്നു, സഹകരിക്കാൻ പാടില്ല എന്ന നിലപാട് അദ്ദേഹം പരസ്യമായി പറയുന്നു. എന്നാൽ ഷാഫി പറമ്പിൽ, വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്ഥിതി. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത, ഒരു പ്രശ്നത്തിൽ കൃത്യമായ നിലപാട് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. അതിന്റെ മുന്നിലുള്ള ഒരു ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം. കോൺഗ്രസിനെ തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ വഴിക്ക് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത് കോൺഗ്രസിന്, യു ഡി എഫിന് തിരിച്ചടിയാകുമോ, ഏത് രൂപത്തിൽ യു ഡി എഫിനെ ബാധിക്കും എന്ന കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം അറിയാൻ കഴിയും.